الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇതിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ സൂറത്തുൽ ഹജ്ജ് ആണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹജ്ജ് അതിന്റെ ചർച്ചാ വിഷയം എന്താണ് എന്ന് നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ സൂചിപ്പിച്ചത്. അതിലെന്തെങ്കിലും ന്യൂനതകൾ കടന്നു വരുന്നോ അവിടെയാണ് പിശാച് ഇടപെടുക. അള്ളാഹുവിനെ കുറിച്ച് യഥാവിധം നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, അവനെക്കുറിച്ച് അവൻ പറഞ്ഞ രൂപത്തിൽ കൃത്യമായ ദൃഢബോധ്യത്തോടുകൂടി ശരിയാവണ്ണം നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിന്മകളുടെ കൊടുങ്കാറ്റുകൾ നമ്മുടെ അടുക്കലേക്ക് വന്നാലും ആർത്തിരമ്പുന്ന തിരമാല കണക്കെ തിന്മകൾ നമ്മുടെ അടുക്കലേക്ക് വന്നാലും നമുക്ക് അടിപതറാതെ നിലകൊള്ളാൻ സാധിക്കും. അതുപോലെ പരലോക വിശ്വാസവും ഉണ്ട് എങ്കിൽ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, അതേപോലെ പരലോക നാളിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് മറുപടിയായി, അതുപോലെ വിശ്വാസികൾക്ക് കൂടുതൽ അവരുടെ ഹൃദയത്തിൽ ആ ഒരു വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിൽ ഉള്ളത്. അതിന്റെ പാരായണം ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. അല്പം വലിയ ആയത്താണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വാക്കർത്ഥങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ചാമത്തെ ആയത്താണ്, സൂറത്ത് ഹജ്ജിലെ അഞ്ചാമത്തെ ആയത്ത്. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. നമ്മളൊക്കെ കഴിഞ്ഞ ആയത്തുകളിൽ വന്നതാണ് ഈ ഒരു പദപ്രയോഗം. യാ എന്നത് ഹർഫുൻ നിദ ആണ്, വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കണ ഒരു
എന്താണ് അദാത്താണ് അറബിയിൽ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, എല്ലാ മനുഷ്യരെയും. ഇൻ കുൻതും ഫീ റൈബിൻ, ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ ഫീ റൈബിൻ വല്ല സംശയത്തിലും, മിനൽ ബഅസി ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി. അള്ളാഹു നിങ്ങളെ മരണത്തിന് ശേഷം മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ട് എങ്കിൽ, എന്തെങ്കിലും ഒരു അളവ് സംശയം നിങ്ങൾക്കുണ്ട് എങ്കിൽ, നിങ്ങളോടിതാ ചില കാര്യങ്ങൾ. എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ് എന്നും, അള്ളാഹു അവൻ ഹക്കാണ്, അവനാണ് ആരാധ്യൻ, അവനാണ് ഇലാഹ് എന്നീ കാര്യം സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഖുർആനിൽ പലപ്പോഴായി ഉപയോഗിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സൃഷ്ടിപ്പിനെ മുൻനിർത്തി അള്ളാഹു എന്ത് ചെയ്യും, ആ ഒരു കാര്യം പഠിപ്പിക്കും. ഈ ആയത്തിൽ അള്ളാഹു ഉപയോഗിച്ച ഒരു ശൈലിയും അത് തന്നെയാണ്. നമ്മുടെ സൃഷ്ടിപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിനെ അള്ളാഹു സത്യപ്പെടുത്താണ്, യൗമുൽ ആഖിറത്തിനെ അള്ളാഹു സത്യപ്പെടുത്താണ്. ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ട് എങ്കിൽ അള്ളാഹു പറയാണ്, ഫഇന്നാ ഖലഖനാകും, തീർച്ചയായും നാം, നിശ്ചയമായും നാം, ഖലഖനാകും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, 7ഓളം ഘട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കാണ്. ഈ ഘട്ടങ്ങളൊക്കെ കടന്നു വന്നിട്ട് നിങ്ങളെ ഒരു പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യനാക്കി ഈ ദുനിയാവിൽ ജീവിപ്പിച്ച അള്ളാഹു, അവനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്നതാണ് അള്ളാഹു സ്ഥാപിക്കണത്. അപ്പൊ അള്ളാഹു പറയാണ്, ഫഇന്നാ ഖലഖനാകും, തീർച്ചയായും നാം, നിശ്ചയമായും നാം, ഖലഖനാകും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിക്കുക എന്നാണ്, അല്ലെ? ഖലഖ, ഖ, ലാം, ഖാഫ്, ഈ 3 അക്ഷരങ്ങൾ. അള്ളാഹുവിന്റെ ഈ ഒരു ഖൽഖ് എന്ന ഈ ഒരു പ്രവൃത്തി അറിയിക്കുന്ന ഒരു നാമം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ട നാമം അതെന്താണ്? അൽ ഖാലിഖ്, അൽ ഖാലിഖ്. അതേപോലെ അൽ ഖല്ലാഖ്, ഇതെല്ലാം അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഈ ഖൽഖുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഇസ്മുകളാണ്, അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അപ്പോ ഫഇന്നാ ഖലഖനാകും, നിശ്ചയമായും നാം, ഖലഖനാകും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ സൃഷ്ടിപ്പിനെ മുൻനിർത്താൻ അള്ളാഹു. എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു? എന്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു? മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്, മണ്ണിനാൽ. നമ്മുടെയൊക്കെ സൃഷ്ടിപ്പ് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മണ്ണിൽ നിന്നാണ് അള്ളാഹു എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്, അല്ലെ? അതേപോലെ നമ്മുടെ ഉത്ഭവം അതെന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? മണ്ണാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, അതിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അപ്പോ അള്ളാഹു ആ ഒരു യാഥാർത്ഥ്യം ആദ്യം നാം പഠിപ്പിക്കുകയാണ്. മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്. സുമ്മ മിൻ നുത്ഫ, സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്തിൽ നിന്നാണ്? ആ മണ്ണിൽ നിന്ന് അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ചു. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെ? അതൊക്കെ മണ്ണിൽ നിന്നും ജലത്തിൽ നിന്നുമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ആദ്യം രക്തവും, പിന്നീട് അതൊരു മനുഷ്യൻ ശ്രവിക്കുന്ന ഒരു ഇന്ദ്രിയം എന്ന നിലക്ക് അത് വളരെയാണ്. അപ്പൊ അടിസ്ഥാനം നോക്കിക്കഴിഞ്ഞാല് മണ്ണാണ്. ആ മണ്ണിൽ നിന്നാണ് നമ്മുടെ അടിസ്ഥാനം. അതിനുശേഷം മിൻ നുത്ഫ,
നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജം, ഇന്ദ്രിയത്തുള്ളി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, അല്ലെ? നമ്മുടെ പുരുഷൻ ശ്രവിക്കുന്ന ആ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നിങ്ങളെ സൃഷ്ടിച്ചു, അല്ലെ? ആ മണ്ണിന്റെ ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഏതാണ്? ഇന്ദ്രിയത്തുള്ളിയായി നമ്മളൊക്കെ ഉണ്ടായിരുന്നൊരു ഘട്ടമുണ്ട്, അല്ലെ? നമ്മുടെ പിതാവിന്റെ മുതുകിൽ ഒരു കോടിക്കണക്കിന് ബീജങ്ങളുടെ കൂട്ടത്തിൽ കേവലം ഒരു ബീജഗണമായി നമ്മളൊക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അതിനുശേഷം ആ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുപോയി. അതേതാണ്? മിൻ അലഖ. അലഖ എന്ന് പറഞ്ഞാൽ രക്തപിണ്ഡത്തിൽ നിന്ന് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രക്തക്കട്ട. നമ്മളൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ച ആ ഒരു ഇന്ദ്രിയത്തുള്ളി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കുഞ്ഞിന്റെ വളർച്ച ആരംഭിക്കുകയാണ്. അതെങ്ങനെയാണ്? ആദ്യം ഒരു രക്തക്കട്ട, അതാണ് അലഖത്ത് എന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ഗർഭപാത്ര ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു രക്ത കട്ടയായി, അതാണ് അലഖ എന്ന് പറഞ്ഞാൽ. ആ ഒരു ഘട്ടത്തിലേക്ക് പിന്നീട് നമ്മുടെയൊക്കെ വളർച്ച, ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ ഈ ഒരു ഘട്ടം കഴിഞ്ഞു വന്നവരാണ്. അപ്പൊ നമ്മളെയൊക്കെ ഈ ഒരു രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്, അല്ലെ? അലഖ. ആ അലഖയിൽ നിന്ന് പിന്നെ അടുത്തൊരു ഘട്ടം, നാലാമത്തെ ഘട്ടം, അതാണ് എന്ത്? നമ്മളൊക്കെ ഒരു മാംസപിണ്ഡമായി മാറുകയാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖ. മുദ്ഗത്ത് എന്ന് പറഞ്ഞാല് മാംസകഷ്ണം, അഥവാ ഒരു ചവച്ചരക്കപ്പെട്ട മാംസം പോലെ ആയിരിക്കും പിന്നീട്. ആ അലഖ മാറി കുറച്ചുകൂടെ ഒരു വലിയൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? എല്ലുകളൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരവസ്ഥ ഒരു മാംസകഷ്ണമായിരിക്കും നമ്മൾ. അതിനുശേഷമാണ് എല്ലുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടം നമുക്കുണ്ടായിരുന്നു. ഒരു മാംസപിണ്ഡമായി നമ്മളൊക്കെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയെല്ലാം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ, എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു ആ ഒരു ഘട്ടങ്ങളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. അത് എല്ലാവർക്കും ഒരേപോലെയാണ്, വ്യത്യസ്തത ഉണ്ടാവില്ലല്ലോ. ആദ്യം ഈ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് നുത്ഫയായി, പിന്നെ അലഖയായി, പിന്നെ മുദ്ഗയായി, അങ്ങനെ ആ രൂപത്തിൽ അള്ളാഹു പഠിപ്പിച്ച ഈ ഒരു ഘട്ടങ്ങളിലൂടെയാണ് എല്ലാ സൃഷ്ടികളും പോകണത്. യഥാർത്ഥത്തിൽ ഈ ഒരു നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ശക്തി, അവന്റെ ഖുദ്റത്ത് നമുക്ക് ബോധ്യപ്പെടും. എല്ലാ കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനുണ്ട്. നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ അള്ളാഹു ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അള്ളാഹു ചോദിച്ചത് വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളിലേക്ക് തന്നെ നോക്കുന്നില്ലേ മനുഷ്യ? നിങ്ങളത് കണ്ട് മനസ്സിലാക്കുന്നില്ലേ? അതിൽ തന്നെ ചിന്തിക്കാൻ എമ്പാടുണ്ട്. അതിലൂടെ നിനക്ക് നിന്റെ റബ്ബിനെ കണ്ടെത്താൻ സാധിക്കും. പരലോകം സത്യമാണ് എന്നും ഉയർത്തെഴുന്നേൽപ്പ് അള്ളാഹുവിന് സാധ്യമാണ് എന്നും നിനക്ക് ഈ ഒരു കാര്യം മാത്രം ചിന്തിക്കുന്നത് വഴി സാധിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പൊ സുമ്മ മിൻ മുദ്ഗ, അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുദ്ഗയായി നമ്മെ എന്ത് ചെയ്തു? ഒരു മാംസകഷ്ണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തുന്നു. അതിനുശേഷം സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, അഥവാ രൂപം നൽകപ്പെട്ടതായ മുദ്ഗ, ഒരു മാംസകഷ്ണം, അതേപോലെ രൂപം നൽകപ്പെടാത്തതുമായ ഒരു മാംസകഷ്ണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെ, ഈ നാലാമത്തെ ഘട്ടാണ്. അഥവാ ശരിയായ രൂപം നൽകപ്പെട്ടതും അല്ലാത്തതും. ഒന്ന് രൂപവും, ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഒന്ന് രൂപവും അവയവങ്ങളും ഇന്ദ്രിയ ശക്തികളുമെല്ലാം പൂർത്തിയായി നൽകപ്പെട്ടത് എന്നും ജീവനോടുകൂടി പ്രസവിക്കപ്പെടത്തക്ക വണ്ണം പൂർണ്ണനില നൽകപ്പെട്ടത് എന്നും മനുഷ്യരൂപം പൂർത്തിയായി നൽകപ്പെട്ടത് എന്നും ഈ മൂന്ന് വിധത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും. ഇനി ഗൈറു മുഖല്ലഖ,
എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നിലക്കൊന്നും പൂർണ്ണ വളർച്ച എത്താത്തതോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു പ്രസവിക്കത്തക്ക രൂപത്തിലേക്കൊന്നും എത്താത്ത ഒരു രൂപത്തിൽ അങ്ങനെ ഉണ്ടാകുമല്ലോ. ചില കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഒരു പ്രസവിക്കുന്ന സമയത്ത് ആ നിലക്കൊന്നും പൂർണ്ണ വളർച്ച എത്താതെയോ ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്ത് പ്രകാരം അള്ളാഹു തീരുമാനിക്കണ കാര്യമാണ്. അപ്പോൾ ഈ ഘട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? പഠിപ്പിക്കാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെയുള്ള മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ഇതൊക്കെ മുൻനിർത്തി അള്ളാഹു പറയാണ്, ലിനുബയ്യിന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന കാര്യം. അതുപോലെ അള്ളാഹുവിന്റെ ഖുദ്റത്ത് അത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്, അല്ലെ? അവന്റെ സൃഷ്ടി വൈഭവം അതെല്ലാം മനുഷ്യരെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തരാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്യാണ്? ഇതൊക്കെ വിവരിക്കാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച് എന്തിനു വേണ്ടിയാണ്? റഹ്മാനായ റബ്ബിന് ഇതിലൂടെ നമ്മൾ അറിയണം. റഹ്മാനായ റബ്ബ് നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്നും, അല്ല ഇന്ന് ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കണത്, അല്ലെ? കോടാനുകോടി ആ ഒരു ബീജങ്ങളിൽ ഒരു ബീജം അത് അണ്ഡവുമായി ചേർന്ന് ഒരു കുഞ്ഞു രൂപാന്തരപ്പെടുന്ന വ്യത്യസ്ത ഘട്ടങ്ങൾ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ കഴിവിനെ വിളിച്ചോതുന്ന കാര്യമാണ്. അത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഘട്ടങ്ങളൊക്കെ അള്ളാഹു വിവരിച്ച് തരുന്നത്. ഇത്രയും കാലം വിശുദ്ധ ഖുർആൻ ഇത് അവതരിപ്പിക്കപ്പെടുന്ന ആ കാലം നമുക്കറിയാം. വൈദ്യശാസ്ത്രം യാതൊരു പുരോഗതിയും എത്തിപ്പെടാത്തൊരു കാലത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്. ഇന്നും ഈ ആയത്ത് അവശേഷിക്കുന്നു. ഇന്നാണ് കേവലം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന സമയത്തൊക്കെയാണ് എന്ത് ചെയ്യണത്? ഇങ്ങനെ ഒരു ഗർഭസ്ഥ ശിശുവിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ച് ആധുനിക സയൻസൊക്കെ പഠനം നടത്തണത് തന്നെ. അവരാ നിലക്കുള്ള കാര്യങ്ങളിലേക്കും പഠനങ്ങളിലേക്കൊക്കെ ഈ അടുത്ത കാലത്താണ് പോകണത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പേ നിരക്ഷരനായ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വ്യത്യസ്ത ഘട്ടങ്ങളെ കുറിച്ച് ഒക്കെ അള്ളാഹു ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഇത് ഖുർആനിന്റെ സത്യത ഇത്രമാത്രം വിളിച്ചോതുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ നമുക്കിതിൽ ചിന്തിക്കാനും പഠിക്കാനും ഉണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യഘട്ടത്തിന്റെ ഒരു 5ാമത്തെ ഘട്ടം പഠിപ്പിക്കാണ്. അപ്പോ മുളകയായി നമ്മളൊരു മാംസകഷ്ണമായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുകയാണ്. അതിനുശേഷം നമുക്ക് എല്ലും മറ്റു സാധനങ്ങളൊക്കെ വരുന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ 5ാമത്തൊരു ഘട്ടം, സുമ്മ നുഖ്രിജുകും ത്വിഫ്ല, പിന്നീട് നിങ്ങളെ നാം എന്ത് ചെയ്യുന്നു? നുഖ്രിജുകും, അല്ല അതിനു മുമ്പൊരു ഭാഗം, വനുഖിറു ഫിൽ അർഹാമി മാ നശാ ഇലാ അജലിൻ മുസമ്മ. നുഖിറു, നാം എന്ത് ചെയ്യുന്നു? ഉറപ്പിച്ചു നിർത്തുന്നു. ഫിൽ അർഹാമി, ഗർഭാശയങ്ങളിൽ, മാ നശാഉ, നാം ഉദ്ദേശിക്കുന്ന ഒന്നിനെ, നാം ഉദ്ദേശിക്കുന്നതിനെ, ആ ഒരു മാംസകഷ്ണത്തിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നതിന് അള്ളാഹു ആ ഗർഭപാത്രത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു പൂർണ്ണ വളർച്ചത്തിന് വരെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നു. ചിലപ്പോൾ ചിലത് എന്ത് ചെയ്യാൻ അലസിപ്പോവും, ചിലത് ആ രൂപത്തിൽ അത് ചാപ്പിള്ളയായി മാറി അങ്ങനെ ആ ഒരു ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ഗർഭം, അതിനെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭപാത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അവൻ സ്ഥിരപ്പെടുത്തും. ഏതുവരെ? ഇല അജലിൻ മുസമ്മ, ഒരു നിർണിതമായ അവധി വരെ, നിർണയിക്കപ്പെട്ട അവധി വരെ, അല്ലെ? അപ്പൊ അള്ളാഹു നിശ്ചയിച്ചൊരു അവധി ഉണ്ട്. ആ അവധി എത്തിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് വരും. നമ്മളൊക്കെ ഇന്ന് പല വാർത്തകളും കാണുന്നതാണല്ലോ, അല്ലെ? അത് ഡോക്ടർമാര് ഒരു ഡേറ്റ് പറയും, പക്ഷെ ആ ഡേറ്റിന് മുമ്പും എന്ത് ചെയ്യാൻ സാധ്യതകളുണ്ട്.
അപ്പൊ ആ ഡേറ്റ് കഴിഞ്ഞിട്ടും നീണ്ടുപോകണതുണ്ട്. അപ്പൊ അതൊക്കെ അള്ളാഹു എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും കാലം അവർ അവിടെ ആ രൂപത്തിൽ ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് അള്ളാഹു അഞ്ചാമത്തെ ഒരു ഘട്ടം പറയാണ്, അതാണ് സുമ്മ നുഖ്രിജുക്കും, പിന്നീട് നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരുന്നു. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സുമ്മ പിന്നീട്, നുഖ്രിജു നാം പുറത്തു കൊണ്ടുവരുന്നു, കും നിങ്ങളെ, നുഖ്രിജുക്കും നിങ്ങളെ നാം പുറത്തേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെ? ത്വിഫ്ല ഒരു ശിശുവായി, ഒരു കുഞ്ഞായിട്ട് എന്ത് ചെയ്യാണ്? പിന്നീട് ഉമ്മയുടെ ഗർഭവാസത്തിലൂടെ നമ്മളെ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് വരികയാണ്. അതാണ് നമ്മുടെ അഞ്ചാമത്തെ ഘട്ടം. നമ്മളൊക്കെ ഒരു ദുർബലമായ അവസ്ഥയിലേക്കാണ് അല്ലെ ആ ഒരു ഘട്ടത്തിൽ ഉള്ളത്. കരയാൻ മാത്രം അറിയുന്ന, പാല് തന്നാൽ കുടിക്കാൻ മാത്രം അറിയണ ഒരവസ്ഥ, ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധ്യമില്ലാത്ത ഒരവസ്ഥയാണ്. ആ ഒരവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹനിധികളായ മാതാപിതാക്കളെ കൊണ്ട് അള്ളാഹു നമുക്ക് കാരുണ്യം ചെയ്യാണ്. അവരിലൂടെ നമ്മളെ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ വളർച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ആ ഒരു ഘട്ടത്തിലെ വളർച്ച പൂർത്തീകരിക്കുകയാണ്. മറ്റു ജന്തുജാലങ്ങളെ പോലെ ആക്കിയില്ല മനുഷ്യന്റെ വിഷയം, അല്ലെ? മറ്റു ജന്തുജാലങ്ങളൊക്കെ അറിയില്ല നിങ്ങൾക്ക്. പ്രസവിച്ചു കഴിഞ്ഞാൽ ജിറാഫിനെ കുറിച്ച് പറയാറുണ്ട്. അത് പ്രസവിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ കുഞ്ഞിനെ ഒരു ചവിട്ടും. ആ ചവിട്ടെങ്ങാനും മനുഷ്യന്മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ ഒരു സ്പോട്ടിൽ മരിച്ചു പോകുന്നതാണ്. അത്രയേറെ സ്ട്രോങ്ങിലുള്ള ചവിട്ട് അതിന്റെ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. അത് എഴുന്നേൽപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അപ്പൊ അങ്ങനെയുള്ള പല വ്യത്യസ്ത രീതികൾ നമുക്ക് മൃഗങ്ങളിൽ കാണാം. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു പ്രത്യേകമായ രീതി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നു. അതാണ് അള്ളാഹു പറഞ്ഞത് സുമ്മ നുഖ്രിജുക്കും ത്വിഫ്ല. അതിൽ നമുക്ക് ഒട്ടേറെ ചിന്തിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. നമ്മുടെ ശൈശവദശ, അതിലെങ്ങനെയാണ് നമ്മുടെ റബ്ബ് നമ്മളെ സംരക്ഷിച്ചത്, അതിനുവേണ്ടി ഇവിടെ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ എന്തെല്ലാണ് അല്ലെ? ഉമ്മ പ്രസവിച്ച ഉടനെ തന്നെ ഉമ്മക്ക് മുലപ്പാലുണ്ടാകാണ്. അതുവരേക്ക് ഇല്ലാത്ത ആ പാലപ്പോ ആ കുട്ടിക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതുപോലെ കൃത്യമായി അത് ഉണ്ടാകുന്നു. അപ്പൊ ഇങ്ങനെ ആ കുട്ടിക്ക് വേണ്ട സാഹചര്യങ്ങളും ഭക്ഷണവും എല്ലാം റഹ്മാനായ റബ്ബ് ഇവിടെ ഒരുക്കിയിട്ടാണ് അവനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. സുമ്മ നുഖ്രിജുക്കും ത്വിഫ്ല, സുമ്മ പിന്നീട്, അതിനുശേഷം ലിതബ്ലുഗു അശുദ്ധക്കും, അല്ലെ? നിങ്ങൾ തബ്ലുഗു എത്തുവാൻ വേണ്ടിയും, അശുദ്ധക്കും നിങ്ങളുടെ പൂർണ്ണ വളർച്ച, ശക്തിയായ അവസ്ഥ എത്തണവരേക്കും പിന്നെന്ത് ചെയ്യണം? അള്ളാഹു നിങ്ങളെ വളർത്തുകയാണ്. അപ്പോ ആ അഞ്ചാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യാണ്? നമ്മളെ ഒരു കുഞ്ഞായിട്ട് ഈ ദുനിയാവിലേക്ക് വളർത്തി, ദുനിയാവിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചു. അതിനുശേഷം ഒരു യുവത്വം, പ്രായപൂർത്തി എത്തി ഒരു യുവത്വത്തിലേക്ക് എത്തണ ഒരു അവസ്ഥയിലേക്ക്, പിന്നീട് നമ്മുടെ പൂർണ്ണ വളർച്ച എത്തണവരേക്കും, പിന്നെ മനുഷ്യന്റെ അടുത്ത ഘട്ടം, അതാണ് ആറാമത്തെ ഘട്ടം. അതാണ് മനുഷ്യന്റെ ആ ഒരു കുഞ്ഞ് ശൈശവ ദശ കഴിഞ്ഞാൽ അവന്റെ യുവത്വം അടങ്ങുന്ന, അല്ലെ, ആ ഒരു 40 വയസ്സ് വരേക്കുള്ള ആ ഒരു സമയം. അതുവരേക്ക് നമ്മുടെ ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. 40 വയസ്സ് വരെ, അല്ല, 40 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ബുദ്ധി. അതുവരേക്കും 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാല് കുറെ ചിരിക്കാനുണ്ടാവും. നമ്മൾ ചെയ്ത കുറെ കാര്യങ്ങൾ അത് ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു പൊട്ടത്തരായിട്ടൊക്കെ നമുക്ക് തോന്നും. കാരണം നമ്മുടെ ബുദ്ധി ആ സമയത്ത് എത്രയാണ്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. പിന്നീട് അതിന്റെ പൂർണ്ണ വളർച്ച എത്തിയത് 40 വയസ്സാകുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യമാണ് ഖുർആനിൽ തന്നെ. അപ്പോ ഇവിടെ ലിതബ്ലുഗു അശുദ്ധക്കും, നിങ്ങളുടെ ആ ഒരു ശക്തി, അശുദ്ധ എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണമായ ശക്തി, അത് എത്തണത് വരേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? നിങ്ങളെ ഈ ദുനിയാവിൽ ഇവിടെ വളർത്തുകയാണ്. പിന്നെ അതിനുശേഷം ഏഴാമത്തെ ഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ്? സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും വമിൻകും മൻ യുതവഫാ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. നിങ്ങളിൽ ചില ആളുകളെ അള്ളാഹു എന്ത് ചെയ്യും? മൻ യുതവഫ, അള്ളാഹു എന്ത് ചെയ്യും? മരിപ്പിക്കും. ആ യുവത്വ ദശ കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് മരിച്ചു പോകും. നിങ്ങളിൽപ്പെട്ട അതേപോലെ ആ ഒരു ദശ എത്തുന്നതിന് മുമ്പ്, ആ ഒരു സമയം എത്തുന്നതിന് മുമ്പ് മരണപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്.
വമിൻകും നിങ്ങളിലുണ്ട് മയ്യുതവഫ അള്ളാഹു മരിപ്പിക്കുന്ന ആളുകൾ, അല്ലെ, മരണമടയുന്ന ആളുകൾ. വമിൻകും അതേപോലെ നിങ്ങളിലുണ്ട് മയ്യുറദ്ദു ഒഴിവാക്കി വിടപ്പെടുന്നവർ, ഇല അർദലിൽ ഉമർ ആയുസിന്റെ ഏറ്റവും ദുർബലാവസ്ഥ വരെ, ഏറ്റവും താഴ്ന്ന അവസ്ഥ വരെ. ചില ആൾക്കാര് എന്ത് ചെയ്യും, വേഗം മരിച്ചു. ചില ആൾക്കാർ ഇങ്ങനെ വാർദ്ധക്യവും കഴിഞ്ഞാൽ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം, അർദലുൽ ഉമർ എന്ന് പറയുന്നത്, ആ വാർദ്ധക്യവും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കുട്ടിത്തത്തിലേക്ക് വരും. വാർദ്ധക്യം കഴിഞ്ഞൊരു സ്റ്റേജ്, നമ്മളൊക്കെ അല്ലെ, മൂത്രമൊഴിക്കുന്നതും അതേപോലെയുള്ള മലമൂത്ര വിസർജനമൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ ചെയ്യുന്നൊക്കെ ഒരവസ്ഥ. ഒരു കുട്ടി എങ്ങനെയാണോ ആ ഒരവസ്ഥയിലേക്ക് ഓർമ്മയൊക്കെ പോയി ആ നിലക്കൊക്കെ വരുന്നത്, അതാണ് അർദലുൽ ഉമർ എന്ന് പറയുന്നത്, പ്രായത്തിന്റെ അങ്ങേയറ്റം. അവിടം വരെ ചില ആൾക്കാർ അള്ളാഹു ജീവിപ്പിക്കും. ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നത് കണക്ക് പ്രകാരം യുവാക്കളിലാണ്. യുവാക്കളാണ് മരണപ്പെടുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത്. പ്രായമായ അവരെക്കാളും കൂടുതൽ ആരാ മരണപ്പെടുന്നത്? യുവാക്കളാണ്. അപ്പോൾ ചില ആൾക്കാർ യുവത്വത്തിൽ മരണപ്പെടും, അതിനു മുമ്പ് മരണപ്പെടും. ചില ആളുകള് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റം വരെ എത്തിക്കും. അപ്പോ ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങൾ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കണത്. ഇതൊക്കെ എന്തിനാണ്? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത പറയണത് എന്താണ്? ഈ അർദലുൽ ഉമർ, പ്രായത്തിന്റെ അങ്ങേയറ്റം, അത് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു അവസ്ഥ പറയാണ്. ലികൈ ലാ യഅലമ ബഅദ ഇൽമിൻ മിൻ ബഅദി ഇൽമിൻ ശൈഅ. ലികൈ ലാ യഅലമ, അവൻ അറിയാതിരിക്കുവാൻ, അല്ലെങ്കിൽ അറിയാതിരിക്കുമാർ, മിൻ ബഅദി ഇൽമിൻ, അറിവുണ്ടായതിനു ശേഷം അറിവുണ്ടായതിനു ശേഷം ഒന്നും അറിയാത്തൊരവസ്ഥ, അല്ലെ? അതാണ് അർദലുൽ ഉമർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു കാഠിന്യം അള്ളാഹു വിശദീകരിക്കുകയാണ്. ആ പ്രായം അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ അള്ളാഹു വിശദീകരിക്കുകയാണ്. അതെങ്ങനെയാണ്? നമുക്ക് അറിവുണ്ടായതിനു ശേഷം പിന്നെ ഒന്നും അറിയാത്തൊരവസ്ഥ, അല്ലെ? എവിടെയാണ് മലമൂത്ര വിസർജനം ചെയ്യേണ്ടത്, എന്താണ്, പേര് പോലും മറക്കും, മക്കളെ മറക്കും, പേരക്കുട്ടികളെ മറക്കും, അല്ലെ? അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പ്രായത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ എത്തിപ്പെടും. ഇതാണ് ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. അവൻ അറിവുള്ളവനായതിനു ശേഷം പിന്നെ ഒന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു വല്ലാത്ത ഘട്ടം, അതാണ് അർദലുൽ ഉമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകം കാവല് ചോദിച്ചതാണ് ഈ അർദലുൽ ഉമറിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന്. കാരണം വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം എന്താണ്, നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ഒരു അവസ്ഥയാണത്. അതൊരിക്കലും ഉണ്ടാകാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. അത് എന്താണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിനോട് കാവല് ചോദിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണത്. ഇനി ഒരാൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ വിധിപ്രകാരം എത്തിക്കഴിഞ്ഞാൽ, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഗനീമത്താണ്, അല്ലെ? ആ നിലക്കെത്തിയ മാതാപിതാക്കളെ നോക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കിട്ടലാണ്, വലിയ തൗഫീഖാണ്. അതിലൂടെ ഒരു വേള നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും, അല്ലെ? നമ്മുടെ മാതാപിതാക്കൾ എന്നത് നമ്മുടെ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ മരണപ്പെട്ട സമയത്ത്, മുൻഗാമികളിൽപ്പെട്ടൊരു പണ്ഡിതന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ അദ്ദേഹം വല്ലാതെ കരയാണ്. അപ്പൊ എന്ത് കരയെന്ന് ചോദിച്ചപ്പോ, സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഒരു വാതിൽ ഇത് അടഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോ ആ നിലക്ക് ആ ഒരു വാർദ്ധക്യാവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസകരമായ കാര്യം കിട്ടും തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അതേപോലെ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം നേടാനുമുള്ള ഒരവസരമാക്കി അതിനെ നമ്മൾ കാണുകയാണ് വേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ഈ വ്യത്യസ്ത 7ഓളം ഘട്ടങ്ങൾ എന്ത് ചെയ്യണം, അള്ളാഹു എടുത്തു പറയാണ്. ഇങ്ങനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു, അല്ലെ? ഇത് എപ്പോഴും തിരിച്ചു സംഭവിക്കണ്ടോ? അല്ല, ഇതൊക്കെ എല്ലാ ആദ്യകാലം മുതൽ ഈ ഒരു ഘട്ടത്തിലൂടെയാണ് മനുഷ്യന്മാർ ഇങ്ങനെ പോണത്, അല്ലെ? അപ്പോ ഈ വ്യത്യസ്ത ഘട്ടം, ഈ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടം
അതിനെ ശരിയായി മനസ്സിലാക്കുന്ന ചിന്തിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സംവിധാനിച്ച അള്ളാഹു അവൻ സത്യമാണ് എന്നും അവൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ എന്നും അവനെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്നും നമുക്ക് ബോധ്യപ്പെടും. ഒന്നില്ലായ്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു മുൻമാതൃകയും ഇല്ലാതെ നമ്മുടെയൊക്കെ സൃഷ്ടിപ്പ് വ്യത്യസ്തമാണ്. കോടാനുകോടി ആളുകളുടെ കണ്ണിന്റെ കൃഷ്ണമണി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്തിന്റെ നാളിൽ അവസാനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞു വരേക്കും ആരുടെ കണ്ണും ഒരേപോലെയല്ല, ആരുടെ മുഖവും ഒരേപോലെയല്ല. ഒരു മനുഷ്യന്റെ മുഖവും പരസ്പരം എന്തില്ല, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും, സദൃശം ഉണ്ടാവും. അതേപോലെ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്, കോടാനുകോടി ആളുകൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒരൊറ്റ മനുഷ്യന്റെയും വേറൊരാളുടെ ഇതുപോലെയല്ല. നമുക്ക് കണ്ടാൽ എന്താ തോന്നുക? ഒരേപോലെ തോന്നും. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അതിനെക്കുറിച്ച്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കണത് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബോധ്യപ്പെടാൻ അത് മാത്രം മതിയാകും. അപ്പൊ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടേറെ ആയത്തുകളിൽ ഈ ഒരു കാര്യം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ആയത്തുകളിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിൽ, അടുത്ത ആയത്തിൽ, ഈ ആയത്തിന്റെ അവസാന ഭാഗം അത് ഏതാണ്? മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൊണ്ടുവരുന്ന രണ്ടാമത്തെ തെളിവ്. ഒന്നാമത്തെ തെളിവ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. രണ്ടാമത്തെ തെളിവ് وَتَرَى الْأَرْضَ هَامِدَةً فَإِذَا أَنزَلْنَا عَلَيْهَا الْمَاءَ اهْتَزَّتْ وَرَبَتْ وَأَنبَتَتْ مِنْ كُلِّ زَوْجٍ بَهِيجٍ. അഥവാ മഴയെ അള്ളാഹു വർഷിപ്പിക്കുന്നതും അതിലൂടെ സസ്യലതാദികളെ അള്ളാഹു മുളപ്പിക്കുന്നതും. അല്ലെ, വരണ്ട് കിടക്കുന്നൊരു ഭൂമി, ഒരു പുൽനാമ്പ് പോലും അവശേഷിക്കാത്ത ഒരു വരണ്ട ഭൂമിയിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, ഒരു നല്ല മഴ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് അവിടെ കാണുന്നത്? അവിടെ സസ്യലതാദികൾ ഇങ്ങനെ മുളച്ചു പൊന്താണ്, അല്ലെ? പുല്ലും അതേപോലെയുള്ള ചെടികളും ഒക്കെ അതിലൂടെ മുളച്ചു പൊന്താണ്. അതുപോലെ തരിശായി കിടന്ന, ഒന്നുമല്ലാതെ മരിച്ച് മണ്ണോട് ചേർന്ന മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മഴ പെയ്താൽ അത് എപ്രകാരമാണോ സസ്യലതാദികളെ മുളപ്പിക്കുന്നത്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ച് മണ്ണോട് ചേർന്ന മനുഷ്യരെയും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് അള്ളാഹു പഠിപ്പിക്കാണ്. അതാണ് വതറൽ അർദ ഹാമിദ. നിനക്ക് കാണാൻ സാധിക്കും അർള, ഭൂമിയെ, ഹാമിദത്തിൻ, വരണ്ടതായി, ഉണങ്ങി വരണ്ടതായി നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഫഇദാ അൻസൽന, എന്നിട്ട് നാം അതിലേക്ക് ഇറക്കിയാൽ, അലൈഹ, അതിന്റെ മേൽ, ആ ഭൂമിയുടെ മേൽ നാം അവതരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഇറക്കിയാൽ, എന്ത്? അൽമാ, വെള്ളത്തെ, മഴയായി വെള്ളത്തെ നാം അവതരിപ്പിച്ചാൽ, ഇഹ്തസ്സത്ത്, അത് ഇളകുന്നു. വറബത്, അത് പൊങ്ങി വരിക, വീർക്കുന്നു, വീർത്ത് പൊങ്ങി വരിക. അങ്ങനെ അമ്പതത്, അത് ഉൽപ്പാദിപ്പിക്കുകയും മുളപ്പിക്കുകയും ചെയ്യുന്നു. മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുള്ള എല്ലാത്തരം സസ്യലതാദികളെയും ഇണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അതിലൂടെ മുളപ്പിക്കാണ്. അപ്പോ വിശുദ്ധ ഖുർആനിൽ വേറെയും പല ആയത്തുകളിൽ നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. ഈ മഴയെ മുൻനിർത്തിക്കൊണ്ട്, മഴയിലൂടെ അള്ളാഹു എങ്ങനെയാണ് സസ്യലതാദികളെ മുളപ്പിക്കുന്നത്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒട്ടേറെ ആയത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെ? അള്ളാഹു പറയണം, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്, അന്നക തറൽ അർദ ഖാശിഅ, ഭൂമിയെ നിനക്ക് അത് അങ്ങേയറ്റം ഉണങ്ങി വരണ്ട ഒരു അവസ്ഥയിലേക്ക് നിനക്ക് അതിനെ കാണാൻ കഴിയും. ഫഇദാ അൻസൽന അലൈഹൽ മാ,
അതിലേക്ക് നാം മഴ വർഷിപ്പിച്ചു കഴിഞ്ഞാൽ ഇഹ്തസ്സത് വറബത്, അത് ഇളകി മറിഞ്ഞ് അത് സസ്യലതാദികളെ മുളപ്പിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്നല്ലദീ അഹ്യാഹ, ആ വരണ്ട ഭൂമിയെ ജീവിപ്പിച്ചവനായ ആരോ ലമുഹ്യിൽ മൗത, അവൻ ഈ മരിച്ചവരെയും ജീവിപ്പിക്കും. അപ്പൊ ഈ വരണ്ട ഭൂമിയെ കേവലം ഒരു മഴ കൊണ്ട് ജീവിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെങ്കിൽ ആ റബ്ബിന് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യം തന്നെയാണ്. ഒരിക്കലും അസാധ്യമായ ഒന്നല്ലാതെ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അതേപോലെ മഴ, ആ മഴയിലൂടെ അള്ളാഹു സസ്യലതാദികളെ മുളപ്പിക്കുന്ന ഈ ഒരു കാര്യം, ഇത് രണ്ടും ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി ഒരാൾ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന് ബോധ്യപ്പെടും കാര്യം അള്ളാഹു ആണ് ഹഖ് എന്ന് അവന് ബോധ്യപ്പെടും. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന കാര്യം അവന് ബോധ്യപ്പെടും. അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന യാഥാർത്ഥ്യം അവന് ബോധ്യപ്പെടും എന്ന് അള്ളാഹു പഠിപ്പിക്കാണ്. തൊട്ടടുത്ത ആയത്തിൽ അതാണ് അള്ളാഹു പറയുന്നത്, 6-ാമത്തെ ആയത്തിലൂടെ ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. അപ്പൊ ഈ രണ്ട് അനുഗ്രഹങ്ങളെ മുൻനിർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോക നാള് സത്യമാണ് എന്നും, അതേപോലെ അള്ളാഹു ഹക്കാണ് എന്നും, അവന്റെ നിയമനിർദ്ദേശങ്ങൾ, അതുപോലെ അള്ളാഹു അവതരിപ്പിച്ചത് ഒക്കെ പൂർണ്ണാർത്ഥത്തിൽ ഒരു നിരർത്ഥകതയും ഒരു അസത്യവും കടന്നു വരാത്ത രൂപത്തിൽ പൂർണ്ണാർത്ഥത്തിൽ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുക, അല്ലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്, അതിനെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ അള്ളാഹു അവന്റെ സൃഷ്ടിപ്പിനെ മുൻനിർത്തി, അവന്റെ ആ സൃഷ്ടിപ്പിലൂടെയുള്ള അള്ളാഹുവിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ, അവന്റെ ആ ഒരു ഖുദ്റത്ത്, അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അല്ലേ? നമുക്കറിയാം സയ്യിദുൽ ഇസ്തിഗ്ഫാർ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. അതിൽ നമുക്ക് കാണാം എന്താണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ആരെങ്കിലും രാവിലെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ മുമ്പ് അയാൾ ഇത് ചൊല്ലി മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയാൾ സ്വർഗത്തിലാണ് എന്നാണ്. വൈകുന്നേരത്തിൽ ഒരാൾ ഇത് ചൊല്ലി പിറ്റേന്ന് പകലാകണതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ് എന്നാണ്. ഇത് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ. അപ്പോ ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയിൽ നമ്മുടെ സൃഷ്ടിപ്പിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത റബ്ബി, നീ എന്റെ റബ്ബാണ്, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ഒരു ഇലാഹ് എനിക്കില്ല, ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചു, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, അന ലാ അഹ്ദിക വവഅദിക മസ്തതഅതു, നിന്നോടുള്ള കരാർ, നിന്നോടുള്ള വാഗ്ദാനം, അത് എന്റെ കഴിവിന്റെ പരമാവധി എനിക്ക് സാധിക്കുന്നത്രയും ഞാൻ പാലിച്ചു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന എല്ലാ നിഅമത്തുകളും ഞാൻ നിന്റെ മുമ്പിൽ ഇതാ സമ്മതിക്കുകയാണ്. വഅബൂഉ ബിദംബി, എന്റെ പാപങ്ങളും അതും നിന്റെ മുമ്പിൽ ഞാൻ സമ്മതിക്കുകയാണ്. ഫഗ്ഫിർ ലി, നീ എനിക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പാപങ്ങൾ പൊറുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഇത് പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരം ഒക്കെ ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ്. അപ്പോ ഇത് നമ്മൾ പ്രാവർത്തികമാക്കുക. അതിൽ അള്ളാഹു അവന്റെ സൃഷ്ടിപ്പിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.